ഡിയേഴ്സ്, അങ്ങനെ എൻ്റെ കുട്ടികൾ എല്ലാവരും 10th CBSE എത്തിയിരിക്കുകയാണ് അല്ലേ. നിങ്ങളുടെ ലൈഫിലെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ്. ബിക്കോസ് നിങ്ങൾ ഫസ്റ്റ് ബോർഡ് എക്സാമിന് ഫേസ് ചെയ്യാൻ പോകുന്നത് ഇവിടെയാണ് അല്ലേ. ഈ ഒരു 10th CBSE ബോർഡ് എക്സാമിന് മാർക്കുകൾ തന്നെയാണ് ഇനി അങ്ങോട്ടുള്ള ഫ്യൂച്ചറിലെ നിങ്ങളെ എല്ലാ അഡ്മിഷൻസിനെയും ഒക്കെ ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ഈ ഒരു ബോർഡ് എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സെക്ഷൻ ഉണ്ട്. അതെ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ MCQ. ഈ MCQ ക്വസ്റ്റ്യൻസ് ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും NCERT ടെക്സ്റ്റ് ബുക്ക് ഡീപ്പായിട്ട് അറിയുന്ന ഒരു വിദ്യാർത്ഥിക്ക്, നന്നായി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിക്ക് മാത്രമേ ഈ ഒരു സെഷൻസിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ വരും അല്ലേ. ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എവിടെ നിന്നാണ് കിട്ടുക, ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്, ഇതിൻ്റെ സൊല്യൂഷൻസ് എങ്ങനെ കിട്ടും? മക്കളെ, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ അസ്ട്ര CBSE ബാച്ചിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫീച്ചറായി തന്നെ DPPs എന്ന് പറയുന്ന ഒരു സെഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങളൊരു അസ്ട്ര CBSE ഓൺലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ നമ്മുടെ ആപ്പിൻ്റെ ഉള്ളിൽ തന്നെ DPPs എന്ന് പറയുന്ന ഒരു സെഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഈ DPPs എന്ന് പറയുന്ന സെഷൻ്റെ ഉള്ളിൽ ഓരോ ക്ലാസ്സിന് ശേഷവും ആ ക്ലാസ്സിൽ നമ്മൾ ഏത് ടോപ്പിക്കാണോ പഠിച്ചത് ആ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഓരോ ടോപ്പിക് പഠിച്ചതിന് ശേഷം ആ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള MCQs നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനും അതിൻ്റെ സൊല്യൂഷൻസ് നോക്കി പഠിക്കാനും ഒക്കെയുള്ള ഒരു അവസരം ഇവിടെ നമ്മൾ ഒരുക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ DPPsനെ ആക്സസ് ചെയ്യുക എന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മുടെ സൈലം ലേണിംഗിൻ്റെ ആപ്പ് നിങ്ങൾ എടുക്കുക. ഇതിനുള്ളിൽ മൈ ബാച്ചസിൽ പോകാം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റും ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് കെമിസ്ട്രി ആണ് വേണ്ടത് എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് കെമിസ്ട്രി ചൂസ് ചെയ്യാം. അപ്പോൾ ഇതിനുള്ളിൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഞാൻ ഈ ഒരു ചാപ്റ്റർ സെലക്ട് ചെയ്യാണ്. ഇവിടെ 2 പാർട്ട് ഓൾറെഡി കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം തന്നെ ലെക്ചേഴ്സ് എന്ന് പറയുന്ന സെഷൻ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ക്ലാസ് കാണാൻ പറ്റും. നെക്സ്റ്റ് സെഷൻ നോട്ടിൻ്റെതാണ്. അത് ആ ക്ലാസ് റിലേറ്റഡ് ആയിട്ടുള്ള നോട്ട്സ് ആണ്. ഇനി മൂന്നാമതായിട്ട് കാണുന്ന ഈ DPPs, ഇവിടെയാണ് നമ്മുടെ MCQs ഉള്ളത്. അപ്പോൾ നമ്മുടെ പാർട്ട് 1 റിലേറ്റഡ് ആയിട്ടുള്ള 10 MCQs ആണ് എൻ്റെ കുട്ടികൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലേ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് B ആണ്. സോ ഞാൻ എന്ത് ചെയ്യുക, ഓപ്ഷൻ B മാർക്ക് ചെയ്യുന്നു, ഇത് സബ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ മക്കളെ, ഈസി ആയിട്ട് നമുക്ക് ഇത്തരത്തിൽ MCQs ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ 10th CBSE ബോർഡ് എക്സാമിനായി ഇപ്പോൾ തന്നെ നമുക്ക് ഒന്നിച്ച് അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങാം. ഒരു പേടിയും കൂടാതെ കോൺഫിഡൻ്റ് ആയി അസ്ട്ര CBSE ബാച്ചിനൊപ്പം പഠിച്ച് 10th CBSE ബോർഡ് എക്സാമിന് ഫുൾ മാർക്ക് തന്നെ നമുക്ക് നേടാൻ സാധിക്കും. ഓൾ ദി ബെസ്റ്റ്.